ഒരുപാട് കാലമായി ഊട്ടിയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പം എന്തായാലും ഇപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവൊന്നും എടുക്കേണ്ടി വരില്ല. കിട്ടട്ടെ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് സുഖമായി ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാൻ പറ്റാത്തടത്തൊക്കെ ഇപ്പോൾ വണ്ടിക്കില്ലായിട്ട് പോകാൻ പറ്റാത്ത സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോവാലോ ഫ്രീ ആയിട്ട്. വരുവിക്കല് വരുവോ ഞങ്ങളോട് സർക്കാർ ഉറപ്പ് പറയുന്നുണ്ട് വരുന്ന് വിശ്വസിക്കുന്നു. ഇതാ അപ്പോൾ ഇനി എങ്ങോട്ട് വേണമെങ്കിലും പോകാലോ സൗജന്യമായിട്ടല്ലേ? നമുക്ക് സന്തോഷമുള്ള അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ എങ്ങോട്ട് പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് എവിടേക്കാണ്? ഊട്ടി ഒരുപാട് കാലമായി ഊട്ടിയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മളെ UDF ഇപ്പോൾ ജയിച്ച പാർട്ടി കിട്ടിയതിനോണ്ട് നമ്മളിങ്ങനെ ഒരു യാത്ര ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവുമോ? ഇന്നല്ലേ സത്യപ്രതിജ്ഞ, അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിയതാവുമെന്ന് തോന്നുന്നു. അപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടട്ടെ എന്നില്ല, എവിടെയും കിട്ടട്ടെ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മളെ മന്ത്രി ഇതൊക്കെ ചെയ്തു തരുമെന്ന് തോന്നുന്നു. വന്നിട്ടില്ലല്ലോ, വരുമ്പോൾ നോക്കാം. അടുത്ത മാസം 15-ന് വരും. ഓക്കെ, നല്ല കാര്യം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരട്ടെ, പുതിയ ഇത് വരുന്നതിൻ്റെ. എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണം. KSRTC പോയി വരാറ്, അത് ലാഭമായി. KSRTC പോയി വരാം, ഫ്രീ ആയിട്ട് പോവാം. എറണാകുളത്തോട്ട് പോകണം, ക്ലാസ് ഉണ്ട്. നല്ല പ്രതീക്ഷയാണ്. സൗജന്യമായിട്ടാവുമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ദൂരത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പം എന്തായാലും ഇപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവൊന്നും എടുക്കേണ്ടി വരില്ല. ഫ്രീ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഹാപ്പി ആയിട്ട് പുറത്തൊക്കെ ട്രിപ്പ് പോയി വരാൻ പറ്റുന്നതാണ്. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ദൂരത്തേക്കൊക്കെ എന്തായാലും ഫ്രീ ആണല്ലോ, പിന്നെ ദൂരത്തേക്ക് പോയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഫാമിലിയുമായിട്ടും ഫ്രണ്ട്സുമായൊക്കെ ചേർന്ന് ഒരു കമ്പൈൻ യാത്ര. ഫാമിലി ആയിട്ട് പോവാം, ഫ്രണ്ട്സായിട്ട് പോവാം. ഫ്രണ്ട്സ് പിന്നെ ഗേൾസ് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. എല്ലാവരും സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകാമെന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന സമയത്ത് പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ, ബാക്കിയുള്ള ആളുകൾക്ക് സൗജന്യമാണ്. അതെ, പുരുഷന്മാരുടെ അവർക്ക് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ഇനി പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പാരൻസിനോട് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാമല്ലോ. ഹാപ്പിയാണ്. ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാണ് സ്ഥിരമായിട്ട്. അതെ, ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരു ട്രാവൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പം എന്തായാലും ഫ്രീ ആയ സ്ഥിതിക്ക് അവർക്ക് എത്ര എക്സ്പെൻസ് എടുക്കേണ്ടി വരില്ല, വേഗം പോയി വരാമെന്നാണ്. പ്രഖ്യാപിച്ചതുപോലെ അത് നടപ്പിലാക്കുക, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് അല്ലേ? അതെ, മുന്നോട്ട് പോയാൽ അത് നല്ല ഉപകാരമായിരുന്നു എല്ലാവർക്കും.